ആദ്യത്തെ 2 പാർട്ടും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഫ്രീലാൻസ് ഏജൻസി പ്രോഗ്രാമിനെ കുറിച്ചുള്ള. ഇതിനകത്ത് എങ്ങനെ കസ്റ്റമർ കിട്ടുക എന്ന് പലരും സംശയിക്കാറുണ്ട്. നമുക്കൊരു കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ, അത്യാവശ്യം ആളുകളോട് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ വിദേശത്താണെങ്കിൽ, ജോലി ചെയ്യുക ബിസിനസ് ചെയ്യുക എന്തോ ആവട്ടെ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കസ്റ്റമർ കിട്ടും. കസ്റ്റമർ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങളുടെ ഫോണൊന്ന് എടുത്ത് നോക്കിയേ, എത്ര ആയിരക്കണക്കിന് കോണ്ടാക്ട്സ്, 1000 10,000 കോണ്ടാക്ട്സ് ഉണ്ടാവും. ഇവരെ നിങ്ങൾ മുന്നേ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബന്ധത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതിലൊരു 90% ആൾക്കാർക്കും വാട്സപ്പ് ഉണ്ടാവും. ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് എല്ലാവർക്കും ഒറ്റയടിക്ക് മെസ്സേജ് അയക്കാവുന്ന സംവിധാനം, അതിലൂടെ മെസ്സേജ് അയച്ചിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറെ അറിയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട്സിനെ അറിയിക്കാൻ പറ്റും. ഞാനിങ്ങനെ ഒരു ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻക്വയറി എടുക്കാം. നിങ്ങൾക്ക് എൻക്വയറി എടുക്കുന്ന ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് റേറ്റ് തരാം എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് ആരും വരണ്ട. പക്ഷെ നമുക്ക് കൊല്ലത്തിൽ നമ്മുടേതായ ടിക്കറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ ടൂർ പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു റവന്യൂ, നമുക്ക് സ്ഥിരം ഒരു വരുമാനം ഉണ്ടാവുമല്ലോ, ഒരു ജോലിയോ ബിസിനസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് പുറമെ ഒരു അനദർ സോഴ്സ് ഓഫ്, ഒരു രണ്ടാമത്തെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നിൽക്കുന്നതിന് കണ്ടാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.